നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇരുമുന്നണികളും PV അൻവറും കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അവസാന നമ്പറിലേക്ക് എത്തുമോ എന്ന ആകാംക്ഷയിലാണ്. ഇരുമുന്നണികളുടെയും പ്രാഥമിക കണക്കുകളൊക്കെ തന്നെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. LDFും UDFും വിജയപ്രതീക്ഷയിലാണ്. PV അൻവർ 1,00,000-ലധികം വോട്ടുകൾ പിടിച്ച് ശക്തി തെളിയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. 10,000-നും 15,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് UDF നേതാക്കൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ 1,00,000-ലധികം ഭൂരിപക്ഷം ഉറപ്പിച്ചിരുന്ന UDFന് M സ്വരാജ് സ്ഥാനാർത്ഥിയായി വരികയും PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കാൻ ഇറങ്ങിയതുമാണ് പ്രതീക്ഷകളെ ആകെ തകിടം മറിച്ചത്. കടുത്ത മത്സരം നടന്നെന്ന് സമ്മതിക്കുന്ന UDF നേതാക്കൾ പുറത്തു പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ സ്വകാര്യ സംഭാഷണത്തിൽ പ്രകടിപ്പിക്കുന്നില്ല. 5,000 വോട്ടിനെങ്കിലും വിജയിക്കുമെന്നാണ് ഒടുവിൽ പറയുന്നത്. എന്നാൽ കേഡർ സംവിധാനത്തിൽ കഴിഞ്ഞ 2 മാസത്തിലേറെയായി മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്ന CPIM-ഉം ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ബൂത്ത് തലത്തിൽ പോളിംഗിന് ശേഷം കേഡർമാർ തയ്യാറാക്കിയ വോട്ട് കണക്ക് വെച്ച് പോലും 2,000-ഓളം വോട്ടിന് മണ്ഡലം നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. നിലവിൽ ഇരുമുന്നണികളും 7 പഞ്ചായത്തിലും നിലമ്പൂർ നഗരസഭയിലുമായി തങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടുകളുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ അവകാശവാദങ്ങളോടൊപ്പം വോട്ട് ചെയ്തിറങ്ങിയ വോട്ടർമാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നിഗമനങ്ങളുമാണ് പുറത്തുവിടുന്നത്. ആദ്യം വഴിക്കടവ് പഞ്ചായത്തിൽ പാർട്ടികളുടെ അവകാശവാദങ്ങൾ നോക്കാം. വോട്ടെണ്ണൽ ദിവസം ആദ്യ റൗണ്ടിൽ എണ്ണുന്ന പഞ്ചായത്താണ് വഴിക്കടവ്. ആദ്യ റൗണ്ട് കഴിയുമ്പോൾ തന്നെ ആർക്ക് അനുകൂലമായിരിക്കും ഫലം എന്നതിന്റെ കൃത്യമായ സൂചന ലഭിക്കുമെന്നതാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത. വഴിക്കടവിൽ UDF അവകാശപ്പെടുന്നത് 4,000 വോട്ടിന്റെ ലീഡ് നേടാനാകുമെന്നാണ്. എന്നാൽ ഇവിടെ LDF കണക്കുകളിലും UDF തന്നെയാണ് മുമ്പിൽ. പക്ഷേ ഭൂരിപക്ഷം 1,167 വോട്ട് മാത്രമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഞങ്ങൾ വോട്ടർമാരുമായി നേരിട്ട് സംവദിച്ചതിൽ നിന്നും ഈ പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ ഇരുമുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. CPM കണക്കിൽ തന്നെ വഴിക്കടവിൽ PV അൻവർ 1,263 വോട്ടുകൾ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇരുമുന്നണിയിൽ നിന്നും PV അൻവറിന് അനുകൂലമായി വോട്ടുകൾ ഒഴുകിയിട്ടുണ്ടെന്നും ഏറ്റവും കുറഞ്ഞത് വഴിക്കടവിൽ നിന്ന് മാത്രം 5,000-ലധികം വോട്ടുകൾ അൻവർ നേടിയേക്കാം. ഇതിൽ തന്നെ UDFിൽ നിന്ന് ഒരു വലിയ വിഭാഗം സ്ത്രീ വോട്ടുകൾ അൻവറിന് അനുകൂലമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ UDFിന് ലഭിക്കേണ്ട വോട്ടിൽ വലിയ വിള്ളൽ ആദ്യ പഞ്ചായത്തിൽ തന്നെ സംഭവിക്കാം. 1,000-ൽ താഴെ വോട്ടിന്റെ ലീഡ് ഏത് മുന്നണിക്ക് വേണമെങ്കിലും ലഭിക്കുന്ന വിധത്തിലേക്ക് അൻവർ ഒരു ട്രോജൻ കുതിരയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത പഞ്ചായത്ത് മൂത്തേടം. മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഈ പഞ്ചായത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് 6,000-ലധികം വോട്ടിന്റെ ലീഡ് നൽകി ചരിത്രം കുറിച്ചിരുന്നു. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ 3,000 വോട്ടിന്റെ ലീഡാണ് UDF പ്രതീക്ഷിക്കുന്നത്. CPM കണക്കിലും UDF ലീഡ് സമ്മതിക്കുന്നുണ്ടെങ്കിലും അത് 1,000-ൽ താഴെ മാത്രമാണ്. കൃത്യമായി ബൂത്ത് തല കണക്ക് വെച്ച് 823 വോട്ടിന്റെ ലീഡാണ് പറയുന്നത്. എന്നാൽ ഇവിടെയും അൻവർ ഇഫക്റ്റ് മുന്നണികളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുമെന്നാണ് സൂചന. ലീഗ് വോട്ടുകളിൽ UDF സ്ഥാനാർത്ഥിയോട് താല്പര്യമില്ലാത്ത ഒരു വിഭാഗം വോട്ടുകളും വലിയ സ്വാധീനമുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് കോൺഗ്രസ് വോട്ടുകളിൽ നിന്നും അൻവറിന് അനുകൂലമായി വോട്ടുകൾ മറിഞ്ഞിട്ടുണ്ടെന്നുമാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ UDF ലീഡ് നേടുമെങ്കിലും 2021-ൽ VV പ്രകാശിന് കിട്ടിയ 2,750 വോട്ടിന്റെ ലീഡിലേക്ക് പോലും എത്താനാകുന്ന സ്ഥിതിയില്ല. UDF ലീഡ് 2,000-ന് താഴേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല. ഇതിന്റെ പ്രധാന കാരണം സ്ഥാനാർത്ഥിക്കെതിരെ മുസ്ലിം ലീഗ് അണികൾക്കിടയിലുള്ള നീരസം അടിത്തട്ടിൽ പൂർണ്ണമായി പരിഹരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും നേതൃത്വത്തിന് സാധിച്ചില്ല എന്നതാണ്. CPM വോട്ടുകളിൽ നിന്നും സ്ത്രീ വോട്ടുകൾ അൻവറിന് അനുകൂലമായി പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എടക്കര പഞ്ചായത്തിൽ UDF 1,500 വോട്ടിന്റെ ലീഡ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ CPM കണക്കിൽ 338 വോട്ടിന്റെ മാത്രം ലീഡാണ് UDFന് പറയുന്നത്. ഇവിടെയും അൻവർ എഫക്റ്റ് മുന്നണികളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചേക്കാം. യൂത്ത് വോട്ടുകളിൽ നിന്ന് അൻവറിന് മുന്നണി വ്യത്യാസമില്ലാതെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ VV പ്രകാശ് വിവാദം UDFനെ അവസാന നിമിഷത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തെ 12 വോട്ടിന്റെ ലീഡ് LDFനായിരുന്നുവെങ്കിൽ
ഇത്തവണത്തെ LDF 1000-ൽ താഴെ വോട്ടുകൾ ലീഡ് ചെയ്യാനുള്ള സാധ്യതയാണ് വോട്ടെടുപ്പിന് ശേഷം വ്യത്യസ്ത പ്രായത്തിൽപ്പെട്ട വോട്ടർമാരുമായി ഞങ്ങൾ നടത്തിയ ആശയവിനിമയത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. LDF കണക്കുകൂട്ടലിൽ പോലും ഇവിടെ UDF ലീഡ് ചെയ്യുമെന്നാണ് എന്ന കൗതുകവുമുണ്ട്. ചുങ്കത്തറ പഞ്ചായത്ത് കോൺഗ്രസിന് വ്യക്തമായ സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിൽ ഒരു വിഭാഗം വോട്ട് മറിച്ചതിനാൽ തന്നെ VV പ്രകാശിന് കേവലം 314 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നേടാനായിരുന്നത്. ഇവിടെ അൻവറിന് കാര്യമായി വോട്ട് സ്വാധീനിക്കാനായിട്ടില്ലെങ്കിലും BJP സ്ഥാനാർത്ഥിയായി എത്തിയ മോഹൻ ജോർജ് UDFന് ഭീഷണി ഉയർത്തിയേക്കാം. 1500 വോട്ടിന്റെ ഭൂരിപക്ഷം UDF കണക്കു കൂട്ടുമ്പോൾ 694 വോട്ടിന്റെ ഭൂരിപക്ഷം CPM-ഉം UDFന് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. BJP അപ്രതീക്ഷിതമായി ഇവിടെ നിന്നും വോട്ട് നേടാനിടയുണ്ട്. 4 പഞ്ചായത്തിൽ UDF കണക്കുകൾ പ്രകാരം 10,000 വോട്ടിന്റെ മേൽക്കൈ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ LDF വിലയിരുത്തലിൽ UDF പരമാവധി നേടുക 3022 വോട്ടിന്റെ മേൽക്കൈ മാത്രമാണ്. എന്നാൽ ഞങ്ങളുടെ വിശകലനത്തിൽ UDFന് പരമാവധി 2000-ൽ താഴെ വോട്ടിന്റെ മേൽക്കൈ മാത്രമേ ഈ 4 പഞ്ചായത്തുകളിൽ നിന്ന് നേടാനാകൂ എന്നാണ്. PV അൻവർ 10,000-നും 15,000-നും ഇടയിൽ വോട്ട് ഈ 4 പഞ്ചായത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കുമെന്നാണ് വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പോത്തുകല്ല് പഞ്ചായത്തിൽ UDF കണക്കുകൾ പ്രകാരം 1000-ലധികം വോട്ട് ലീഡ് നേടുമെന്നാണ്. എന്നാൽ സ്വരാജിന്റെയും VS ജോയിയുടെയും പഞ്ചായത്ത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ സ്വരാജിന് അനുകൂലമായി വോട്ടുകൾ വന്നതായാണ് സൂചനകൾ. LDF 1022 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിക്കുന്ന ഇവിടെ 2500-ഓളം വോട്ടുകളുടെ ലീഡെങ്കിലും സ്വരാജിന് നേടാനാകുമെന്നാണ് പോളിംഗിന് ശേഷമുള്ള വോട്ടർമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ മാത്രമായിരിക്കും PV അൻവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകളിൽ കുറവ് വരാൻ സാധ്യതയുള്ള മേഖല. കരുളായി പഞ്ചായത്തിൽ LDFന് ലീഡ് ഉണ്ടാകുമെന്ന് ഇരുമുന്നണികളുടെയും കണക്കുകൾ വ്യക്തമാക്കുന്നു. UDF 1000-ൽ താഴെ എന്ന് അവകാശപ്പെടുമ്പോൾ LDF 1367 വോട്ടുകളെന്നും അവകാശപ്പെടുന്നു. ഇവിടെയും മുസ്ലിം ലീഗ് വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകളും അൻവറിന് നേടാനായിട്ടുണ്ട്. എന്നാൽ പോലും 2500 വോട്ടിന്റെ മേൽക്കൈ സ്വരാജിന് ഇവിടെ നിന്നും നേടാനാകുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അമരമ്പലത്തും ഇരുമുന്നണിയും LDFന് ലീഡ് പ്രവചിക്കുന്നുണ്ട്. UDF 1000-ൽ താഴെ എന്ന് പറയുമ്പോൾ LDF കണക്കിൽ 1244 വോട്ടിന്റെ ലീഡാണ് പ്രവചിക്കുന്നത്. ഇടതിന് നല്ല സ്വാധീനമുള്ള ഈ പഞ്ചായത്തിൽ 2000-ഓളം വോട്ട് വരെ സ്വരാജിന് നേടാനാകുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നിലമ്പൂർ നഗരസഭയിൽ ഇരുമുന്നണികളും മേൽക്കൈ അവകാശപ്പെടുന്നുണ്ട്. ഇരു സ്ഥാനാർത്ഥികളും നിലവിൽ താമസിക്കുന്നതും ഈ നഗരസഭയിലാണെന്ന പ്രത്യേകതയുമുണ്ട്. ഇവിടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. വ്യാപാരികളുടെ പിന്തുണയിൽ PV അൻവറും പ്രതീക്ഷ വയ്ക്കുന്ന ഇടമാണിത്. ഇവിടെ UDF 1500 വോട്ടിന്റെയും LDF 1007 വോട്ടിന്റെയും മേൽക്കൈ അവകാശപ്പെടുന്നുണ്ട്. വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 1000-ഓളം വോട്ടിന്റെ മേൽക്കൈ നഗരസഭയിൽ ആര്യാടൻ ഷൗക്കത്ത് നേടിയേക്കുമെന്നാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭാ ചെയർമാൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറിയേക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിന്റെ പ്രതീക്ഷയായിരുന്ന നഗരസഭയിൽ കോൺഗ്രസിലെ കാലുവാരൽ കാരണം 1527 വോട്ടിന് പിറകിൽ പോയത് ഏറെ ചർച്ചയായിരുന്നു. പോത്തുകൽ, അമരമ്പലം, കരുളായി, നിലമ്പൂർ മേഖലയിൽ നിന്നായി 1500 വോട്ടിന്റെ മേൽക്കൈ UDF പ്രതീക്ഷിക്കുമ്പോൾ LDF പ്രതീക്ഷ 4670 വോട്ടിന്റെ മേൽക്കൈ നേടാനാകുമെന്നാണ്. എന്നാൽ പോളിംഗിന് ശേഷം വോട്ടർമാരുമായി സംവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ നിന്ന് 6000-ലധികം വോട്ടുകളുടെ മേൽക്കൈ സ്വരാജിന് ലഭിച്ചേക്കാം. സ്വരാജിന്റെ വ്യക്തിപ്രഭാവം, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് എന്നിവയെല്ലാം കരുളായി, അമരമ്പലം, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ LDF പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള വോട്ടുകൾ നേടാൻ കാരണമായി എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മണ്ഡലത്തിൽ 11,500-ന് മുകളിൽ ഭൂരിപക്ഷമാണ് UDF അവകാശപ്പെടുന്നതെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും 1500 വോട്ടിൽ കുറയാത്ത വോട്ടാണ് LDF അവകാശവാദം. എന്നാൽ വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, യുവാക്കൾ, പ്രായമായവർ തുടങ്ങി വിവിധ കാറ്റഗറികളിൽപ്പെട്ട വോട്ട് ചെയ്തിറങ്ങിയവരിൽ നിന്നും നേരിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും മണ്ഡലത്തിൽ 4000-നും 7000-നും ഇടയിൽ വോട്ടിന്റെ മികവിൽ സ്വരാജിന് വിജയ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. UDFന്റെ സാധ്യതകൾക്ക് പ്രധാനമായും വില്ലനായത് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പിടിച്ച വോട്ടുകളായിരിക്കും.
15,000 മുതൽ 20,000 വോട്ടുകൾ വരെ അൻവറിന് നേടാനാകുമ്പോൾ ഇതിൽ 70% വോട്ടുകളുടെയും നഷ്ടം സംഭവിക്കുക UDF-നായിരിക്കുമെന്നതാണ് കൗതുകം. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 60,000 വോട്ടിന്റെ ലീഡ് നൽകിയ മണ്ഡലത്തിൽ ഈ പ്രചാരണ കാലത്ത് ഉയർന്നു വന്ന നിരവധി സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതായാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യകാരണങ്ങൾ വിശദമായി അടുത്ത വീഡിയോയിൽ. നന്ദി.